മുസ്ലിം ലീഗ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി കോഴിക്കോട് തിരുവമ്പാടിയിൽ വിഭാഗീയത. വിമത നേതാക്കൾ തിരുവമ്പാടി ലീഗ് ഹൌസിൽ യോഗം ചേർന്നു. പാർട്ടി നേതൃത്വം നടപടിയെടുത്ത നേതാക്കളും യൂണിറ്റ് ഭാരവാഹികളുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ മുസ്ലിം ലീഗ് തിരുവമ്പാടി പഞ്ചായത്ത് KMCC കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടത്തിയ നേതാക്കൾക്കെതിരെ സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തിരുന്നു. ഇതോടെയാണ് മുസ്ലിം ലീഗ് തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാനെ നേതൃത്വം സസ്പെൻഡ് ചെയ്തത്. അബ്ദുറഹ്മാനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നും പാർട്ടിയിലെ പ്രശ്നം സംസ്ഥാന നേതൃത്വം അടിയന്തരമായി പരിഹരിക്കണമെന്നുമാണ് വിമതരുടെ ആവശ്യം. ഈ തിരുവമ്പാടി പഞ്ചായത്തിലെ 7 വാർഡുകളിലും ശക്തമായ കമ്മിറ്റികൾ ഞങ്ങൾ കൊണ്ടുവരും മുസ്ലിം ലീഗിനെ തിരുത്താൻ. ഏത് മുസ്ലിം ലീഗ്? സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗ് അവർ തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ പറയുന്നില്ല. ജില്ലാ ലീഗ് തെറ്റ് ചെയ്തു എന്ന് പറയുന്നില്ല. തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നവർ എല്ലാ പഞ്ചായത്തുകളിലും ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തിരുവമ്പാടിക്കാർ അത് തുറന്നു പറയുന്നു എന്നുള്ളൂ. വരും ദിവസങ്ങളിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെല്ലാം ഇത് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി CP ചെറിയ മുഹമ്മദിനെ തോൽപ്പിച്ചതിൽ ഇപ്പോഴത്തെ നിയോജക മണ്ഡലം പ്രസിഡന്റ് CK കാസിമിന് മുഖ്യ പങ്കുണ്ടെന്നും വിമതർ ആരോപിക്കുന്നു. പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും മുസ്ലിം ലീഗിലേക്ക് തിരിച്ചെടുത്തില്ലെങ്കിലും ലീഗിനെ തിരുത്താനുള്ള സംവിധാനങ്ങൾ കയ്യിലുണ്ടെന്നും വിമത വിഭാഗം പറഞ്ഞതോടെ ലീഗ് ജില്ലാ സംസ്ഥാന നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരുവമ്പാടിയിൽ വിമതർ മുസ്ലിം ലീഗിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുറപ്പാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.